ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പത്തരമാറ്റുള്ള നയനയുടെയും ആദർശയുടെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ നന്ദുവും അമ്മയും അച്ഛനും കൂടിയിട്ട് ഈ നവ്യയുടെ ചടങ്ങിന് വേണ്ടിയിട്ട് വരികയാണ്. ആ ഒരു സമയത്ത് നമ്മുടെ അനി ആ ബാൽക്കണിയിൽ നിന്നിട്ട് ഇവരുടെ ഓട്ടോ പുറത്ത് വരുന്നതും നന്ദു ഇറങ്ങുന്നതും ഒക്കെ കണ്ടിട്ട് മുഖത്താണെങ്കിൽ നിറപുഞ്ചിരിയാണെന്ന് തന്നെ പറയാം. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് തൊട്ട് പുറകിൽ ഇതെല്ലാം കണ്ടുകൊണ്ട് അനാമിക ഇങ്ങനെ വന്ന് നിൽക്കുക. അനിയൊട്ട് ഇത് കാണുന്നുമില്ല. നന്ദു വരുന്നത് നോക്കി ഇങ്ങനെ മോളിൽ നിന്ന് നോക്കിയതിന് ശേഷം അനി പെട്ടെന്ന് തിരിഞ്ഞ് താഴേക്ക് പോകാനായിട്ട് തുടങ്ങിയതാണ്. ആ മുഖത്തെ പ്രകാശമൊക്കെ കണ്ടിട്ട് പെട്ടെന്ന് അനിയോട് അനാമിക ചോദിച്ചു, സന്തോഷമായില്ലേ? ഞാൻ കണ്ടു, നിനക്ക് തൃപ്തിയായില്ലേടാ? എടാ, ഞാൻ അവളോട് വരരുതെന്ന് പറഞ്ഞതാ, എന്നിട്ടും അവൾ വന്നു. എന്തിനാടാ വന്നത്? അവളുടെ ചേച്ചിയുടെ ചടങ്ങിൽ പങ്കെടുക്കാൻ അല്ല, നിന്നെ കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവൾ വന്നത്. നീ പറഞ്ഞു കാണും ഇങ്ങോട്ടേക്ക് തീർച്ചയായിട്ടും വരണമെന്ന്. പിന്നെ ഞാൻ പറയുന്നതൊന്നും കേൾക്കേണ്ട കാര്യമൊന്നും അവൾക്കില്ല. എടാ, നിൻ്റെയൊക്കെ മനസ്സ് എനിക്ക് അറിയാടാ. നിന്നോട് എനിക്ക് വെറുപ്പാ. മറ്റുള്ളവർ വെറുപ്പിക്കാൻ വേണ്ടി മാത്രമാണ്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിന്നെ ചുമക്കുന്നത് എന്നൊക്കെ അനാമിക പറഞ്ഞപ്പോൾ നമ്മുടെ അനി ചോദിച്ചു, എന്തിന് നീ എന്നെ മറ്റുള്ളവരെ കാണിക്കണം? നിനക്ക് ഒഴിഞ്ഞു വെക്കൂടെ? എന്നിട്ട് വേണം അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരാനായിട്ട്. നടക്കില്ലടാ, നടക്കില്ല. നീ പോയതിന് ശേഷം എന്തൊക്കെയാ നടക്കുന്നതെന്ന് നീ അറിയേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് എൻ്റെ രീതിയിൽ ജീവിക്കാനായിട്ട് പറ്റുള്ളൂ. ഈ വീട്ടിൽ നിന്നേക്കാളും അധികാരം നയനേട്ടത്തിക്കാണ്. ഏട്ടത്തിയെ വിഷമിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയും ഞാനോ ആദർശേട്ടനോ മുത്തശ്ശിയോ മുത്തശ്ശനോ ഒന്നും ചെയ്യില്ല. ആ ഏട്ടത്തിയുടെ അച്ഛനും അമ്മയും അനിയത്തിയാണ് വന്നിരിക്കുന്നത്. അതും മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞിട്ട് അവിടെ തല താഴ്ത്തി ആ ചടങ്ങിൽ പങ്കെടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ എന്നെ കുറ്റപ്പെടുത്തല്ല വേണ്ടത്. കുറ്റപ്പെടുത്തിയിട്ടിട്ട് കാര്യമില്ല എന്നും പറഞ്ഞ് നമ്മുടെ അനി അങ്ങ് പോവാ. നാണം കെട്ടവള്, വരരുതെന്ന് പറഞ്ഞിട്ടും അവൾ വന്നു. എന്തിനാ വന്നതെന്നൊക്കെ എനിക്കറിയാം എന്നൊക്കെ അനാമിക ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ നവ്യ കണ്ടു അച്ഛനും അമ്മയും അനിയത്തിയും കൂടി ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. സന്തോഷത്തോടു കൂടി ഓടിച്ചെല്ലാണ് ഇവരെ സ്വീകരിക്കാനായിട്ട്. അവരുടെ സ്നേഹപ്രകടനമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നായനെ അങ്ങോട്ട് ചെന്നു മോളേന്നും വിളിച്ചുകൊണ്ട് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുവാണ്. ആ സമയത്താണ് നമ്മുടെ ദേവയാനി അങ്ങോട്ടേക്ക് വന്നത്. ദേവയാനിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവർക്കൊരു പേടി കേട്ടോ. പക്ഷെ ദേവയാനിയുടെ മുഖത്തൊരു പുഞ്ചിരിയൊക്കെ ഉണ്ട്, ഒളിപ്പിച്ച് വെച്ചൊരു പുഞ്ചിരി. അതിനുശേഷം നമ്മുടെ ദേവയാനി ഇവർക്കരികിലേക്ക് വരികയാണ്. ഇവരോടൊന്നും മിണ്ടാതെ അവിടെ ഇരുന്നു. ഒന്നും മിണ്ടിയല്ല, അവരോട് ഇരിക്കാനും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. അവിടെ ഇരുന്നു. ഇവർ വന്നതിനോട് എതിർപ്പും കാണിച്ചില്ല, എതിർക്കാതെ ഇരുന്നില്ലാത്ത അവസ്ഥ. ഇപ്പം എങ്ങനെയുണ്ട് ദേവയാനി എന്ന് കനക ഇങ്ങനെ ചോദിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ടല്ലേ ഇങ്ങനെ ഇരിക്കുന്നത്. വേണ്ട സമയത്ത് കരൾ തന്ന് സഹായിക്കാൻ ഒരു പെൺകുട്ടി ഉണ്ടായല്ലോ, അതിൻ്റെ പച്ചയിൽ ഞാനിങ്ങനെ ജീവിച്ചു പോകുന്നു. അപ്പം നമ്മുടെ കനക പതുക്കെ നയന ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പം നയന കണ്ണടച്ച് കാണിച്ചു. അപ്പോഴേക്കും നയന പറഞ്ഞു, അമ്മയാ ഇന്ന് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ ദേവയാനി പറഞ്ഞു, അടുക്കളയിലേ മറ്റുള്ളവർ കയറുന്നത് എനിക്ക് പേടിയാ. ഏത് ഭക്ഷണം എങ്ങനെയാ വിളമ്പുന്നതെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഞാൻ കുറച്ച് നാൾ ആശുപത്രി കിടന്നതാണല്ലോ. ഇവിടെ ചിലരൊക്കെ അടുക്കളയിൽ കയറിയത് കൊണ്ട് അടുക്കളയിലിരുന്ന് പാല് കുടിച്ചിട്ടാണല്ലോ ഞാൻ ഹോസ്പിറ്റലിലായത്. അപ്പോൾ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ ഗോവിന്ദനും കനകയൊക്കെ. മരണത്തിൽ തിരിച്ചു വന്നതിൽ പിന്നെ മറ്റാരെയും അടുക്കളയിൽ കയറുന്ന എനിക്കിഷ്ടമല്ല. എനിക്ക് ആരെയും വിശ്വാസമില്ല, പ്രത്യേകിച്ച് എൻ്റെ മരുമകളെ എനിക്ക് വിശ്വാസമില്ല. ഇവരൊക്കെ ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കാട്ടോ നയനെ ഇങ്ങനെ കുറ്റം പറയുന്നത് കേട്ടപ്പോൾ. നിങ്ങൾ 5ാം മാസ ചടങ്ങിന് വന്നതല്ലേ, നയനെ കുടിക്കാൻ എന്തെങ്കിലും കൊടുക്ക, ബാ ഞാൻ എടുത്തു തരാം. നയന ഇവിടെ ഇരിക്കുക, ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനി തന്നെ മുന്നാലെ ഇങ്ങനെ പോവാണ് കേട്ടോ. പക്ഷേ അമ്മയുടെ ഇപ്പം സംസാരമൊക്കെ കേട്ടപ്പോൾ നയനയ്ക്കും സങ്കടമുണ്ട്, വന്നവർക്കും സങ്കടമുണ്ട്. ഇപ്പോഴും മോളുടെ അമ്മായിയമ്മയ്ക്ക് ഒരു മാറ്റമില്ല അല്ലേ. അപ്പോഴേക്കും നയന പറഞ്ഞു, എനിക്ക് അമ്മയുടെ സ്വഭാവം പിടികിട്ടുന്നില്ല, എന്നെക്കൊണ്ട് ഒന്നും ചെയ്യിക്കുന്നില്ല, എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തരുന്നുമുണ്ട്. എന്തായാലും എൻ്റെ അമ്മായിയമ്മയൊക്കെ മെച്ചാട്ടോ ഇവളുടെ അമ്മായിയമ്മ എന്ന് നവ്യം പറയുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ നന്ദു മനസ്സ് വിചാരിക്കുന്നത് അനിയെ കാണുന്നില്ലല്ലോ എന്നാണ്. അങ്ങനെ നയനയും കുടിക്കാനായിട്ട് ഇവർക്ക് എടുക്കാനായിട്ട് അടുക്കളയിലേക്ക് പോവാണ്. അപ്പോഴേക്കും കനക ചോദിച്ചു, നവ്യമോളെ അഭിമോൻ ഇന്നിവിടെ ഉണ്ടല്ലോ അല്ലേ? ഈ ദിവസം മാറി നിന്ന പ്രശ്നമാണെന്ന് അവന് നന്നായിട്ട് അറിയാം. 2 മാസം കൂടി കഴിഞ്ഞാൽ മോൾ അങ്ങോട്ടേക്ക് വരില്ലേ, പിന്നെ കുഞ്ഞ് ജനിച്ചിട്ടല്ലേ ഇങ്ങോട്ടേക്ക് മടങ്ങി വരുവുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്നാൽ പോലും അവനോ അവൻ്റെ അമ്മയ്ക്കോ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. അവൻ്റെ അമ്മയുടെ കാര്യം പോട്ടെ, അവൻ എന്നെ സ്നേഹിക്കാത്തത് കൊണ്ടാച്ചാ എൻ്റെ ജീവിതം ഇങ്ങനെ ആയത്. ഒരു സന്തോഷമില്ല. അങ്ങനെ നോക്കുമ്പോൾ നയന ഭാഗ്യമുള്ളവളാ. ആദർശേട്ടൻ അവളെ കൈവെള്ളയില കൊണ്ട് നടക്കുന്നത്. അപ്പോഴേക്കും കനക പറഞ്ഞു, നവ്യമോളെ എല്ലാം ശരിയാകും. ആ പ്രതീക്ഷയിലാണ് ഞാനും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തെങ്കിലും ഒരിക്കൽ ശരിയാകുമെന്ന പ്രതീക്ഷയിൽ
എൻ്റെ സെലക്ഷൻ പാളിപ്പോയി അമ്മേ, എന്നെ മാത്രം കുറ്റപ്പെടുത്തിയാൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ, അല്ല മോളെ 5ാം മാസമായിട്ടും അതിൻ്റെ വയറൊന്നും ഇല്ലല്ലോ. എനിക്കങ്ങനെ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല അമ്മേ, കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ ചെക്കപ്പ് നടത്തിയിട്ട് അമ്മയും കുഞ്ഞും ആരോഗ്യത്തോടെ ഇരിക്കുന്നു എന്നാ പറഞ്ഞത്. സമാധാനമായി എന്ന് പറഞ്ഞുകൊണ്ട് നവ്യയുടെ കവിളിലൊക്കെ ഒന്ന് തൊട്ട് തലോടുകയാണ്. ഇതേ സമയം നമ്മുടെ നന്ദു ചുറ്റിനും ഇങ്ങനെ നോക്കുക കേട്ടോ, ആരും കാണാതെ. അവൻ പുറത്തേക്ക് വല്ലതും പോയി കാണുമോ? അവനെ കാണുന്നില്ലല്ലോ. എന്തായാലും പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേണു ഇരുന്ന് പത്രം വായിക്കുകയാണ്. അനാമികയുടെ അമ്മ ചായയായിട്ട് വന്നു. ആ നന്ദു എന്ന പെണ്ണ് അവിടെ വരാതിരിക്കുമായിരുന്നെങ്കിൽ വലിയൊരു വഴക്ക് ഒഴിവായേനെ. അപ്പോഴേക്കും കെട്ടിയവൻ പറഞ്ഞു, അറുത്തിട്ടാലും അവൾ മുറി കൂടും. എത്ര തവണ കൊല്ലാൻ നോക്കി, എന്നിട്ടും മരിക്കുന്നില്ല. വല്ലാത്തൊരു ജന്മം തന്നെ. ആ സമയത്താണ് നമ്മുടെ അനാമിക വിളിക്കുന്നത്. രേവതി കോൾ എടുത്തു. മോളെ, അവള് വന്നില്ലല്ലോ അല്ലേ? ഇല്ല വന്നില്ല. അവൾക്ക് പേടിയുണ്ട്. അവള് വന്നില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും വേണു പറഞ്ഞു, ഇങ്ങതാ ഞാൻ സംസാരിക്കാം. വലിയ കാര്യത്തിൽ വേണു മേടിച്ച് സംസാരിക്കുക. അത് കണ്ടാ ഞാൻ പറഞ്ഞത് നീ തന്നെ വിലക്കണമെന്ന്. ഇപ്പം എന്തായി? വന്നില്ലല്ലോ. പിന്നെ അച്ഛൻ അവളെ തല്ലി ഒതുക്കിയോ? അവള് വരാതിരിക്കാനായിട്ട്? ഇതെന്താ മോളെ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അവളിവിടെ വന്നിട്ടുണ്ട് അച്ഛാ, അവളിവിടെ വന്നിട്ടുണ്ടെന്നതാ. അപ്പം കെട്ടിയോളോട് ഇങ്ങനെ പറയുക, അവളവിടെ ഉണ്ടെന്ന്. ഈശ്വര, പിന്നെ ആ പെങ്കൊച്ചെന്നോട് പറഞ്ഞതോ? രണ്ടാളും കൂടെ ആകാംക്ഷയോട് കാത്തിരിക്കല്ലേ, അതുകൊണ്ടൊരാശ്വാസം തന്നൂന്നേ ഉള്ളൂ. എന്നാ ഫംഗ്ഷൻ അലമ്പലം പോലെ അലമ്പണം. എങ്ങനെ അലമ്പാനാ അച്ഛാ? അവളുമാരുടെ പക്ഷത്താണ് എല്ലാവരും. അനിയുടെ വല്യമ്മ പറയുന്നുണ്ട് മരുമോളോട് ദേഷ്യമാണെന്ന്. പക്ഷെ ഒരു ദേഷ്യമില്ല, എന്തോ കള്ളത്തരവാ. എൻ്റെ ഗതികേടാ അച്ഛാ ഈ വീട്ടിലെ ജീവിതം, അല്ലാതെ എന്ത് പറയാനാ എന്നും പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു. അപ്പോഴേക്ക് വേണു രേവതിയും പറഞ്ഞു, അതെ നമ്മുടെ മോളെ ഓടിക്കാനായിട്ട് കച്ച കെട്ടി നടക്കുകയാണ് അവളും അവളുടെ വീട്ടുകാരും. ഓടാനായിട്ട് അവൾ നോക്കി നിൽക്കുകയല്ലേ എന്ന് രേവതി പറഞ്ഞപ്പോഴേക്കും, നിന്റെ മോളല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇന്നത്തെ ഫംഗ്ഷൻ എന്തായി തീരുമെന്തോ. ഇനി അരിശം കയറിയിട്ട് അവളെല്ലാവർക്കും വിഷം കൊടുക്കുമെന്ന് പോലും പറയാൻ പറ്റില്ല. ആ മൂർത്തി സാറിന് പോലും അവൾക്ക് ആ വീട്ടിൽ ഇഷ്ടമല്ല. അവരൊക്കെ ആ നയനയുടെ ഫാന, പിന്നെ ഇഷ്ടപ്പെടാൻ പറ്റുമോ? അതെ, നയന എന്ന് പറയുന്നവള് നയത്തി കാര്യങ്ങൾ സാധിച്ചെടുത്തവളാ. ആ നയവാടി നിന്റെ മോൾക്ക് ഇല്ലാതെ പോയത്. അല്ലെങ്കിൽ നമ്മുടെ കടമെങ്കിലും ഇപ്പം തീർന്നു കിട്ടേനെ. കാലാണ് പോലും ഇല്ലാതെ അവളിപ്പോൾ തിരിച്ചു വരുവാന്നാ എൻ്റെ പേടി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ വീട് കത്തിക്കേണ്ട കാര്യമൊന്നുമില്ല. പലിശക്കാർ തന്നെ ഇത് കത്തിച്ചോളും നമ്മളെ ഇതിനകത്ത് പൂട്ടിയിട്ടിട്ട്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇതേ സമയം ജാനകിയും ജലജയും കൂടി സംസാരിക്കുക കേട്ടോ. അയ്യോ, ഇന്നേട്ടത്തേക്ക് എന്ത് ഉത്സാഹമായിരുന്നു ആ ഒരു പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അവർക്ക് എന്ത് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. നിനക്ക് വലിയ ആരാധനയല്ലായിരുന്നോ ഏട്ടത്തിയോട്? ഭയങ്കര ആരാധനയല്ലായിരുന്നോ ജാനകി? അവളെ സ്വാർത്ഥയാ, അവളുടെ മകൻ്റെ ജീവിതത്തെക്കുറിച്ച് മാത്രമേ ആലോചിക്കുന്നുള്ളൂ. ശരിയാ, എനിക്കിപ്പോഴാ മനസ്സിലായത്. രോഗം വന്നതിന് ശേഷം നയനയ്ക്കൊപ്പം നിൽക്കുന്നതാ നല്ലതെന്ന് അവർക്ക് തോന്നിക്കാണും. ഈ കുടുംബത്തിൽ എല്ലാവരും നയനയ്ക്കൊപ്പം അല്ലേ? അങ്ങനെയാണെങ്കിൽ നീ നിൻ്റെ മരുമകളെക്കുറിച്ച് നീ ചിന്തിക്കണം. നിൻ്റെ മരുമോള് ഇവിടെ നിന്ന് പോണോ വേണ്ടയോ എന്ന് ചിന്തിച്ച് നടക്കുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ എന്നൊക്കെ ജലജ പറഞ്ഞ് എരികേറ്റി കൊടുക്കുകയാണ്. അപ്പം അനാമിക വന്ന് ഇത് കേട്ടുകൊണ്ട് പറഞ്ഞു, അതെ അത് തന്നെയാണ് സത്യം, ഇവിടെ നിന്ന് പോകണമെന്നാ എൻ്റെ മനസ്സിൽ. നന്ദുവിനോട് ഇങ്ങോട്ട് വരരുതെന്ന് ഞാനൊരു കയ്യേക്കാലൊക്കെ പിടിച്ച് പറഞ്ഞതാ. എന്നിട്ടും അവൾ വന്നു അനിയെ കാണാൻ വേണ്ടി മാത്രം. അതെ, നിന്നെ ചൊടിപ്പിച്ച് പുറത്താക്കണം. അവൾമാർക്ക് ഇവിടെ കിടന്ന് മേയണം. അതിന് വേണ്ടിയിട്ടാ ഈ വീട്ടിലെ 3ാമത്തെ മരുമകളായിട്ട് അവളെ കയറ്റണം. അതിനാ എല്ലാവരും നോക്കുന്നത് എന്നൊക്കെ ജലജ പറഞ്ഞപ്പോൾ, അതൊന്നും നടക്കില്ല, ഞാൻ സമ്മതിക്കില്ല. എൻ്റെ പൊന്നേട്ടത്തി അങ്ങനെയൊന്നും അല്ല. ഏട്ടത്തി, ദേവയാനി ഇന്നലെ വരെ എങ്ങനെയായിരുന്നു? സ്വന്തം മകന് വേണ്ടിയിട്ട് ആ മരുമകളെ തള്ളി പറഞ്ഞതാണ്. എന്നിട്ടോ ഇപ്പോഴെന്തായി? ഇപ്പം കൈവെള്ളയിലല്ലേ കൊണ്ട് നടക്കുന്നത്. അതുപോലെ തന്നെ നിനക്കും നിൻ്റെ മോനും ഭർത്താവിനും വേണ്ടിയിട്ട് കീഴടങ്ങേണ്ടി വരും. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മരുമോളെ പുറത്താക്കിയിട്ട് അവളെ സ്വീകരിക്കുന്നതാണോ നീ പറഞ്ഞു വരുന്നത് എന്ന് ജാനകി ചോദിച്ചപ്പോൾ, ചിലപ്പോൾ അതൊക്കെ നടക്കും. ബോഡി ഒന്ന് ചുമ്മാതെ മോളെ കൂടി വിഷമിപ്പിക്കരുത്. ഈ വീട്ടിലേക്ക് വന്നവരാരും ഇതുവരെ ബന്ധം പിരിഞ്ഞ് പോയിട്ടില്ല. അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആ നിയമത്തിന് മാറ്റം വരില്ല മോളെ. മോൾ അതോർത്ത് സങ്കടപ്പെടേണ്ട എന്നൊക്കെ ജാനകി പറഞ്ഞ് സമാധാനിപ്പിക്കുക കേട്ടോ അനാമികയെ. ആ നിയമം നിലനിർത്താൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കിടന്ന് സഹിച്ചും ക്ഷമിക്കും, ഒരുക്കി തീരണം എന്നാണോ ഈ പറയുന്നത്? അവളുടെ കാര്യം പോട്ടെ, അവളുടെ അച്ഛനും അമ്മയ്ക്കും അറിയാലോ അവൾ ഇവിടെ വരുന്നത് എനിക്കിഷ്ടമല്ലാന്ന്. അവർ തന്നെ അവളെ ഇങ്ങോട്ടേക്ക് എഴുന്നള്ളിച്ചിരിക്കുക. അപ്പം ജലജ പറഞ്ഞു, ഇതിൻ്റെയൊക്കെ ആണിക്കല്ല് നയനയാ. അവളെ മറ്റുള്ളവർ കേൾക്കാനായിട്ട് നന്ദുവിനോട് ഇങ്ങോട്ടേക്ക് വരണ്ടാന്ന് പറയും, രഹസ്യമായിട്ട് വരാൻ പറയും. അവൾ വന്നാലല്ലേ ഇവിടെ അലമ്പുണ്ടാകത്തുള്ളൂ. അതാ സത്യം.
അവളെല്ലാവരെയും സ്വാധീനിച്ചു കഴിഞ്ഞു. മെല്ലെ മെല്ലെ വല്ലമ്മയും സ്വാധീനിക്കും, എനിക്കറിയാം. ഞാൻ പിന്നെ ഇവിടുന്ന് പുറത്താണെന്ന കാര്യം എനിക്ക് ഉറപ്പാ എന്നൊക്കെ അനാമിക പറഞ്ഞപ്പോൾ ജലജ പറഞ്ഞു, എൻ്റെ പൊന്നു ജാനകി, നീ നിന്റെ മരുമകളെ സംരക്ഷിക്കാൻ നോക്ക്. മുതിർന്നവരെ ബഹുമാനിക്കുന്ന കുടുംബമാണ് എന്ന് വെച്ച് മൂത്തവർ പക്ഷപാതം കാണിക്കുകയാണെങ്കിൽ നമ്മൾ ബഹുമാനിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നും പറഞ്ഞ് ജലജ പോയിട്ടോ. അപ്പം അനാമിക പറഞ്ഞു, എനിക്ക് ആ ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റില്ല മോളെ. വേണ്ട മോളെ, അങ്ങനെ മാറി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ നിന്നെ വിളിപ്പിക്കും. അപ്പോൾ പിന്നെ അതും വലിയ പ്രശ്നമാവും. അവർ വിളിച്ചാൽ പോകാതിരിക്കാൻ പറ്റുമോ? പിന്നെ അതൊരു പറച്ചിലായി, പ്രശ്നമായി. അതുകൊണ്ട് മോള് മാറിയൊന്നും നിൽക്കണ്ട. അങ്ങനെയാണ് ഈ ചടങ്ങ് നല്ല രീതിയിൽ നടക്കാൻ പാടില്ല. അങ്ങനെ ഒരു ചിന്ത എനിക്കും ഇല്ലാതില്ല. അങ്ങനെയാണെങ്കിൽ ഈ ചടങ്ങ് നല്ല രീതിയിൽ നമുക്ക് നടത്തണ്ട മോളെ എന്ന് ജാനകിയും തീരുമാനിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ ദേവയാനി പാക്കറ്റിലാക്കിയ ഫുഡൊക്കെ ഒരു പെട്ടിക്കകത്തേക്ക് ആക്കാം കേട്ടോ. പലഹാരങ്ങളൊക്കെ ഒരു പെട്ടിക്കകത്തേക്ക് ആക്കുകയാണ്. അപ്പം ഞാനും കൂടെ സഹായിക്കാം എന്നും പറഞ്ഞ് നയന വന്നു. വേണ്ട, ആരുടെ സഹായത്തിന് എനിക്ക് ആവശ്യമൊന്നുമില്ല. പിന്നെ നിന്റെ അച്ഛനും അമ്മയും അനിയത്തിയൊക്കെ വന്നിരിക്കുകയല്ലേ, ചെല്ല് അവിടെ പോയി ഇരിക്കാൻ നോക്കുക. അതൊന്നും സാരമില്ല, അവർക്കറിയാത്ത വീടൊന്നും അല്ലല്ലോ ഇത്. അല്ല, നിന്റെ അനിയത്തി വരുന്നത് അനാമയ്ക്ക് ഇഷ്ടമല്ലല്ലോ, പിന്നെ എന്തിനാ അവിടെ വന്നത്? അത് മുത്തശ്ശനും മുത്തശ്ശിയും നിർബന്ധിച്ചത് കൊണ്ടാണ് നന്ദുവിനെയും കുട്ടി വന്നത്, ഇല്ലെങ്കിൽ കൊണ്ടുവരില്ലായിരുന്നു. അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊണ്ടുവരണം. അച്ഛനും അമ്മയും ആദർശം പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ആരും നിരസിക്കാൻ പാടില്ല. ഞാനിപ്പം നിന്റെ മുമ്പിൽ കീഴടങ്ങിയില്ലേ, അതുപോലും അവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെനിക്ക് അറിയാം അമ്മേ. ഞാൻ എപ്പോഴും പറയുന്നത് ഇഷ്ടപ്പെടുന്നില്ലായിരിക്കും അല്ലേ എന്ന് ദേവയാനി ചോദിച്ചപ്പോൾ അങ്ങനെയല്ല അമ്മേ. നീ എന്തും വിചാരിക്കും, എനിക്കറിയാം. അല്ല, നവിക്ക് ഇഷ്ടപ്പെട്ട പലഹാരമാണോ ഇതൊക്കെ? നവിക്കും അതുപോലെ തന്നെ നിന്റെ വീട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ട പലഹാരമാണോ ഇതൊക്കെ? ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ, കൊള്ളില്ല എന്നും എല്ലാം പറഞ്ഞാലുണ്ടല്ലോ. നിന്റെ അച്ഛനും അമ്മയും അനിയത്തി എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ പേരിൽ ആദർശോ അച്ഛനോ അമ്മയോ എന്നെ കുറ്റപ്പെടുത്തി അതെനിക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടോ എന്നൊക്കെ ദേവയാനി പറഞ്ഞപ്പോൾ അതിന് മുത്തശ്ശൻ പറഞ്ഞു, ഇത് കഴിച്ചിട്ട് നല്ലതാന്ന്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ചിലർക്കൊന്നും ഇഷ്ടപ്പെടില്ലല്ലോ. ഒരവസരം കിട്ടിയാൽ മനഃപൂർവ്വം കുത്തൂലോ. അതിന് അപ്പച്ചിയുടെ സ്വഭാവം അല്ല എൻ്റെ അച്ഛനും അമ്മയ്ക്കും. അവരുടെ സ്വഭാവം നിന്നെപ്പോലെ നല്ല സ്വഭാവമാണല്ലോ, അവരൊക്കെ വലിയ പരിശുദ്ധരാണല്ലോ എന്നും പറഞ്ഞ് ദേവയാനി കുത്തുവാണ് കേട്ടോ. അതെ, നീ അടുത്ത് വന്നു നിന്നാൽ ഇതുപോലുള്ള സംസാരമൊക്കെ എന്നിൽ നിന്ന് കേൾക്കേണ്ടി വരും. പരമാവധി അകന്ന് നിൽക്കാൻ, അതാ ഞാൻ പറയുന്നത്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എന്നൊക്കെ ദേവയാനി പറഞ്ഞപ്പോൾ പരമാവധി അകലെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിൽക്കേണ്ടി വരും എന്ന് നയന പറഞ്ഞപ്പോൾ കണ്ടോ അവൾ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത്. നീ പോണെങ്കിൽ പോ, അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്നെ പറയുക. അപ്പോൾ എൻ്റെ അമ്മായിയമ്മ എന്നെ വീട്ടിൽ വന്ന് വിളിച്ചുകൊണ്ട് വന്നതല്ലേ, അപ്പോൾ അമ്മായിയമ്മ കൊണ്ടാക്കിയാലേ ഇനി ഞാൻ പോവുള്ളൂ, അല്ലാതെ അവർക്കൊപ്പം പോവില്ല. പിന്നെ പോകുമെന്നും പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തുന്നതോ? അത് ഞാൻ വെറുതെ പറയുന്നതല്ലേ. അമ്മ പോകാൻ പറഞ്ഞാലും ഞാൻ പോവില്ല എന്നും പറഞ്ഞുകൊണ്ട് നയനെ അങ്ങ് പോവാട്ടോ. നയന പതുക്കെ അങ്ങ് നീങ്ങി നിന്നിട്ടൊന്ന് തിരിഞ്ഞു നിന്ന് നോക്കി ചിരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ദേവയാനിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി, അടക്കി പിടിച്ചൊരു ചിരി. സ്നേഹം ഇങ്ങനെ വീർപ്പുമുട്ടി തളം കെട്ടി നിൽക്കുകയെന്ന് പറയത്തില്ലേ, അതാണ് നമ്മുടെ ദേവയാനിയുടെ മനസ്സിലും നയനയുടെ മനസ്സിലും. ദേവയാനി ഇങ്ങനെ പെരുമാറുന്നത് പോലും നയനെ ഒത്തിരി സന്തോഷിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇനി ചടങ്ങിൻ്റെ സമയമാണ്. പലഹാരങ്ങളൊക്കെ ഇങ്ങനെ തട്ടിനകത്താക്കിയൊക്കെ വെച്ചിരിക്കുകയാണ്. എല്ലാവരും സന്തോഷത്തിലാണെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ജലജയുടെയും ജാനകിയുടെയും അനാമികയുടെയും മുഖത്ത് സന്തോഷമില്ല. അനാമിക വന്നിട്ടില്ല കേട്ടോ, ബാക്കി എല്ലാവരുടെയും മുഖത്ത് സന്തോഷമാണ്. ആ ഒരു സമയത്ത് നവി ഇറങ്ങി വരികയാണ്. ചടങ്ങിൻ്റെ സമയമായി നവി ഇറങ്ങി വരിക. ഒരുങ്ങി സുന്ദരിയായിട്ടാണല്ലോ നവിമോള് വന്നിരിക്കുന്നത് എന്ന് ജയൻ പറഞ്ഞപ്പോഴേക്കും നയന പറഞ്ഞു, ആദർശേൻ്റെ സെലക്ഷനായി ഈ സാരി. എന്തായാലും സാരി നവിമോൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. അപ്പോഴേക്കും നവി പറഞ്ഞു, ഇങ്ങനെ ഒരു ഫംഗ്ഷന് പോലും ഒരു സാരി വാങ്ങിച്ചു തരണമെന്ന് എൻ്റെ ഭർത്താവിന് തോന്നിയിട്ടില്ല എന്ന് നവി പറഞ്ഞപ്പോഴേക്കും, അതെ എൻ്റെ മോനെ കൊച്ചാക്കണമല്ലോ, ഈ ഫംഗ്ഷന് പോലും എൻ്റെ മോനെ കൊച്ചാക്കണം. നിനക്ക് കൊച്ചാക്കാൻ കിട്ടുന്ന അവസരമൊന്നും നീ പാഴാക്കരുത്. അപ്പോഴേക്കും മുത്തശ്ശൻ ചോദിച്ചു, കൊച്ചാക്കിയതാണോ? ഉള്ളതല്ലേ പറഞ്ഞത്. മോളുടെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ, മോളെ ഒന്ന് പുറത്തോട്ട് കൊണ്ടുപോകണ്ടേ, മോൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങിച്ചു കൊടുക്കണ്ടേ. അപ്പോൾ അവൻ എവിടെ? ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യമൊക്കെ അവനറിയാം. പക്ഷേ അവൻ ഇപ്പോഴേ എഴുന്നേറ്റത്, കുളി കഴിഞ്ഞ് ഇറങ്ങി ഇതേ ഉള്ളൂ. അല്ല, നിന്റെ മോനെന്താ ജലജയെ ഇവരുടെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ട് ഇങ്ങോട്ട് വരാത്തത്? ഇപ്പോൾ വരൂല്ലേ, പിന്നെന്താ? എൻ്റെ മരുമോളുടെ അച്ഛനും അമ്മയല്ലേ വന്നിരിക്കുന്നത്, അല്ലാതെ VIP കളൊന്നും അല്ലല്ലോ നേരത്തെ വന്ന് സ്വീകരിക്കാനായിട്ട്. അപ്പോഴേക്ക് ദേവയാനി പറഞ്ഞു, ജലജെ എല്ലാവർക്കും കുടിക്കാനുള്ള ജ്യൂസ് എടുത്തിട്ട് വാ. എന്തായാലും ജാനകി നീ കൂടെ വാ. ജലജയും ജാനകിയും പരസ്പരം നോക്കി ചിരിക്കുക കേട്ടോ. നീയും കൂടെ വാ ജാനകി. അങ്ങനെ ജ്യൂസ് എടുക്കാനായിട്ട് രണ്ടും കൂടെ പോവാ. പിന്നെ മുത്തശ്ശന് ഈ ഒരു സമയത്ത് ഈ ഒരു ചടങ്ങിനില്ല കേട്ടോ. ആ ഒരു മരണം ഉണ്ടായിട്ട് പോയിരിക്കുകയാണ്. അടുത്ത സുഹൃത്താണ്. പക്ഷെ വേറെ ആർക്കും ഈ ചടങ്ങുള്ളത് കൊണ്ട് പോകാൻ പറ്റിയില്ല എന്നൊക്കെ ഇവരിങ്ങനെ പറയുന്നുണ്ട്. അച്ഛൻ പറഞ്ഞു ചടങ്ങുള്ളത് കൊണ്ട് ഞങ്ങളോട് ചെല്ലണ്ടാന്ന്, അതുകൊണ്ട് അച്ഛൻ ഇത് ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പോയത് എന്നൊരു എക്സ്ക്യൂസ് പറയുകയാണ്. ആ ഒരു സമയത്ത് നമ്മുടെ അഭി ഇറങ്ങി വരാണ്.
അഭി ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും എപ്പോഴെങ്കിലും വന്നല്ലോ. എന്താടാ നിനക്കൊരു താല്പര്യക്കുറവ്? നിന്റെ ഭാര്യയുടെ അച്ഛനും അമ്മയല്ലേ വന്നിരിക്കുന്നത്? ഞാൻ കുളി കഴിഞ്ഞ് റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിന് മുമ്പ് നിനക്കൊന്ന് വന്ന് സംസാരിക്കാൻ പാടില്ലേ അവരോട്? അങ്ങനെ നമ്മുടെ അഭിയെ നാണം കെടുത്തിക്കൊണ്ടിങ്ങനെ നിൽക്കുക കേട്ടോ. എന്തോന്ന് സംസാരിക്കാനോ? മോളെ കെട്ടിച്ചതിന് നന്ദി പറയാൻ വേണ്ടിയിട്ടാണോ എന്ന് അഭി ഇങ്ങനെ മനസ്സിലോർക്കാണ്. എന്തായാലും ചടങ്ങല്ലേ, നിങ്ങൾ അങ്ങോട്ട് ഇരിക്കും മക്കളെ. അങ്ങനെ നവ്യയും അഭിയും അവിടെ ഇരുന്നു. ആ ഒരു സമയത്താണ് അനിയും അനാമികയും കൂടെ ഇറങ്ങി വരുന്നത്. അനിയുടെ മുഖം കണ്ടു. അനിയുടെയും അതുപോലെ തന്നെ അനിയുടെയും നന്ദുവിൻ്റെയും മുഖത്തോട്ട് നോക്കിയുള്ള ആ ഒരു നോട്ടവും ചിരിയും ഒക്കെ അനാമിക ഇങ്ങനെ ശ്രദ്ധിച്ചു കേട്ടോ. നന്ദുവിൻ്റെ മുഖത്തും ആ നിറപ്പുഞ്ചിരി, അതുപോലെ തന്നെ അനിയുടെ മുഖത്തും ഒരിക്കലും കാണാത്തൊരു സന്തോഷം. അനാമിക രണ്ടെണ്ണത്തിനെ പരസ്പരം നോക്കുകയാണ് കേട്ടോ. അവളും നോക്കുന്നുണ്ട്, ഇവനും നോക്കുന്നുണ്ട്, അവളും നോക്കുന്നുണ്ട്, ഇവനും നോക്കുന്നുണ്ട്. എൻ്റെ പൊന്നെ, അനാമിക്ക് സഹിക്കാൻ പറ്റുമോ? അനാമിക കോട്ടക്കലിപ്പിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ, പൊട്ടിത്തെറിക്കാൻ പാകത്തിന്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു എന്ന് വിചാരിച്ച് നാളത്തെ എപ്പിസോഡിനകത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സംഭവിക്കാൻ പോകുന്നത്. അനിയെ പച്ചക്ക് വലിച്ച് കീറാൻ അനിയല്ല കേട്ടോ, അനാമികയെ പച്ചയ്ക്ക് വലിച്ചു കീറാൻ പോവുകയാണ് നമ്മുടെ നവ്യ. എന്തായാലും നമ്മൾ പ്രൊമോയിലൂടെ കണ്ടതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്താൽ മാത്രം പോരാട്ടോ സുഹൃത്തുക്കളെ, സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. നമ്മുടെ പുതിയ ചാനലാണ്, അതുകൊണ്ട് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥയൊക്കെ നമ്മുടെ മറ്റു ചാനലുകളിലൂടെ ഇടുന്നുണ്ട്. നമ്മുടെ ഇതിൻ്റെ തന്നെ നയനയുടെയും ആദർശിൻ്റെ തന്നെ അപ്കമിങ് എപ്പിസോഡൊക്കെ നമ്മുടെ മറ്റൊരു ചാനലിൽ ഇടുന്നുണ്ട്. അതുപോലെ ബാക്കി എല്ലാ കഥകളും നമ്മുടെ മറ്റൊരു ചാനലിൽ ഇടുന്നുണ്ട്, മറ്റ് 2 ചാനലിലായിട്ട് ഇടുന്നുണ്ട്. ആർക്കെങ്കിലും ചാനൽ ഏതാണെന്ന് അറിയില്ല എങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്ത് ചോദിച്ചോളൂ. ചാനലിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ സി യു അഗെയിൻ. താങ്ക് യു.